എന്തുകൊണ്ടാണ് ആളുകൾ എക്സ്പാൻഷൻ പോകണമെന്നറിയോ? എക്സ്പാൻഷൻ വിസിബിൾ ആണ്. ആളുകൾക്ക് വിസിബിൾ ആയതിലാണ് താല്പര്യം. ഇപ്പൊ ഉദാഹരണം, നിങ്ങൾക്ക് എത്ര ബ്രാഞ്ച് ഉണ്ട്? എനിക്ക് 10 ബ്രാഞ്ച് ഉണ്ട്. എത്ര ജീവനക്കാരുണ്ട്? 50 ജീവനക്കാരുണ്ട്. ഇത് വിസിബിൾ ആണ്. വിസിബിൾ ആയത് പൊങ്ങച്ചം പറയാൻ വളരെ നല്ലതാണ്. ഈ ഒരു ബ്രാഞ്ചിൽ എത്ര പ്രോഫിറ്റബിലിറ്റി കൊണ്ടുവന്നു, പ്രോഫിറ്റ് മാർജിൻ എത്രയാണ് എന്നത് അത്ര ഇൻവിസിബിൾ അല്ല. നമുക്ക് വിസിബിൾ ആയതോടെ താല്പര്യം. അതുകൊണ്ട് നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും. അൺമാനേജ്ഡ് ഗ്രോത്ത് വളരെ വളരെ അപകടകാരിയാണ്. വളരാത്തതിനേക്കാൾ അപകടമാണ് കൺട്രോൾഡ് അല്ലാത്ത വളർച്ച എന്ന് പറയുന്നത്. ഗ്രോത്ത് ഈസ് എ സ്ട്രാറ്റജി. അപ്പൊ ഗ്രോത്തിന് എന്ത് സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത്? നമസ്കാരം സർ. നമസ്കാരം സർ, ബിസിനസ്സിൽ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ബിസിനസ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഗ്രോ ചെയ്ത് പൊക്കോളും എന്നുള്ളത്. എല്ലാ എക്സ്പാൻഷനും നമുക്ക് ഗ്രോത്ത് കൊണ്ടുവരും സർ? എനിക്ക് ആദ്യം ചോദിക്കാനുള്ള ചോദ്യം അതാണ്. ഈ ഗ്രോത്ത് എന്ന് പറയുന്നതിന്റെ ഗ്രോത്ത് ഉണ്ടാവാൻ എക്സ്പാൻഷൻ മാത്രമേ മാർഗമുള്ളൂ എന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇപ്പൊ ഉദാഹരണം, ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ റവന്യൂ ഗ്രോത്ത് ആവാം, പ്രോഫിറ്റബിലിറ്റി ആവാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അങ്ങനത്തെ ഒരു ഗ്രോത്ത് കൊണ്ടുവരാൻ എക്സ്പാൻഷനേക്കാൾ ഞാൻ പ്രിഫർ ചെയ്യുന്നൊരു സാധനമാണ് ഓപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന സാധനം. ഓപ്റ്റിമൈസേഷനോ മാക്സിമൈസേഷൻ എന്നൊക്കെ നമുക്കതിനെ വിളിക്കാം. ഇത് രണ്ടും നമ്മൾ വ്യത്യാസം ഞാനൊന്ന് ആദ്യം വിശദീകരിക്കാം. ഇപ്പൊ ഉദാഹരണം, ഞാനൊരു ബിസിനസ് ചെയ്യുന്നു. എനിക്ക് ഇപ്പോൾ ഒരു ബ്രാഞ്ച് ഉണ്ട്. ഈ ബ്രാഞ്ച് വളരെ നന്നായി പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ഒരു ബ്രാഞ്ച് കൂടി തുടങ്ങണം. അതിൻ്റെ ഗ്രോത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അങ്ങനെ വേറൊരു ബ്രാഞ്ച് കൂടി തുടങ്ങുന്നതിനെ ഞാൻ എക്സ്പാൻഷൻ എന്ന് വിളിക്കും. ഇനി ഓപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നിലവിലുള്ള ഈ ബ്രാഞ്ചിനെ ഇനിയും ഈ ബ്രാഞ്ചിൽ ഉപയോഗിക്കപ്പെടാത്ത ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടോ, ഉപയോഗിക്കപ്പെടാത്ത വിഭവങ്ങൾ ഉണ്ടോ, അതിനെ കുറച്ചും കൂടി ഉപയോഗിക്കുന്നതിലൂടെ റവന്യൂയും പ്രോഫിറ്റബിലിറ്റിയും ക്യാഷും കൂട്ടാൻ കഴിയുമോ എന്ന് ഞാൻ ചിന്തിക്കുന്നതിനെയാണ് ഓപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. എക്സ്പാൻഷനിൽ ഒരു കോസ്റ്റ് ഇൻവോൾവ് ആണ്. അതായത് ഇപ്പോൾ ഒരു ബ്രാഞ്ച് തുടങ്ങി പുതിയൊരു ബ്രാഞ്ച് തുടങ്ങണമെങ്കിൽ ആ ബ്രാഞ്ച് സെറ്റപ്പ് ചെയ്യാനും അതിനൊക്കെ ഒരു കോസ്റ്റ് ഇൻവോൾവ് ആണ്. നിലവിലുള്ള റിസോഴ്സുകളെ കൂടുതൽ ഓപ്റ്റിമൈസ് ചെയ്യാൻ വലിയ കോസ്റ്റിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും പ്രോഫിറ്റബിൾ ആയ ഗ്രോത്ത് എന്ന് പറയുന്നത് ഓപ്റ്റിമൈസേഷൻ ആണ്. ലൈക്ക് ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. എല്ലാ എക്സ്പാൻഷനും ഗ്രോത്ത് തരുമോ എന്നുള്ളത്. ഈ ഒപ്റ്റിമൈസ് ചെയ്യാതെ എക്സ്പാൻഷനിലേക്ക് പോകുന്നതാണ് പലപ്പോഴും അബദ്ധം ആയി മാറാറുള്ളത്, അല്ലേ? അൺമാനേജ്ഡ് ഗ്രോത്ത് വളരെ വളരെ അപകടകാരിയാണ്. വളരാത്തതിനേക്കാൾ അപകടമാണ് കൺട്രോൾഡ് അല്ലാത്ത വളർച്ച എന്ന് പറയുന്നത്. നിങ്ങൾ ഓപ്റ്റിമൈസ് ചെയ്യാതെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായി നിങ്ങളുടെ ഗ്രോത്ത് കൺട്രോളിൽ വരാൻ സാധ്യതയില്ല. കൺട്രോൾ വന്നില്ലെങ്കിൽ ആ ഗ്രോത്ത് തിരിച്ചടിക്കും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ സാർ, എപ്പോഴായിരിക്കും ഒരു ഓൺട്രപ്രണർ എക്സ്പാൻഡ് ചെയ്യേണ്ടത്? അയാളിപ്പോ പറയാണ് ഇപ്പൊ എല്ലാം സ്റ്റേബിൾ ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്, ഇപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്പാൻഷനിലേക്ക് പോവാണ്. ആ ഒരു ടൈമിൽ അയാള് എപ്പോഴായിരിക്കും അയാൾ എക്സ്പാൻഷനെ പറ്റി ചിന്തിച്ചു തുടങ്ങണ്ടേ? എക്സ്പാൻഷൻ വേണ്ടെന്ന് പറയുന്നില്ല കേട്ടോ. ഇത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ്. നിലവിലുള്ള ഒരു ബ്രാഞ്ചിൽ അല്ലെങ്കിൽ നിലവിലുള്ള ഒരു ബിസിനസ്സിൽ ഇപ്പം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഭവങ്ങളിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ, ഒപ്റ്റിമൈസ് ചെയ്യാൻ സാധ്യത ഉണ്ടായിട്ട് അത് ചെയ്യാതെ പുതിയത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അത് എല്ലാ കാര്യത്തിലും ബാധകമാണ്. ഞാൻ ഒരു ഉദാഹരണം, നിലവിൽ 5 സ്റ്റാഫ് ഉണ്ട്. ഈ 5 സ്റ്റാഫിനെ കൃത്യമായി പെർഫോമൻസ് മാനേജ് ചെയ്യുകയോ അവരെ എക്സ്പ്ലോർ ചെയ്യുകയോ അവരുടെ പ്രൊഡക്ടിവിറ്റി കാര്യമായി എടുക്കാന്നില്ല. പകരം ഇനിയും ഒരു 2 പേരെയും കൂടി ജോലിക്ക് എടുക്കുകയാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ 2 പേരും കൂടി എടുക്കുന്നത് എക്സ്പാൻഷനാണ്. 5-ൽ നിന്ന് 7 ജീവനക്കാർ എന്ന് നിങ്ങൾ പറയും. പക്ഷെ ആ 2 പേര് എക്സ്ട്രാ വരുമ്പോൾ അതിനൊരു കോസ്റ്റ് ഉണ്ട്. അത് നമ്മുടെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിച്ചേക്കാം. പ്രോഫിറ്റബിൾ അല്ലാത്ത ഗ്രോത്ത് അപകടകാരിയാണെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒപ്റ്റിമൈസ് ചെയ്യപ്പെടാത്ത എക്സ്പാൻഷൻ നിങ്ങളുടെ പ്രോഫിറ്റബിലിറ്റിയെ, നിങ്ങളുടെ ബിസിനസിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. ഈ എക്സ്പാൻഷനിലേക്ക് പോകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്ന ഒരു കാര്യമല്ലേ ടീമിന്റെ റെഡിനെസ്. ടീം അതിന് റെഡിയാണോ ഈ എക്സ്പാൻഷനിലേക്ക് പോവാൻ? എഫിഷ്യന്റ് ആണോ? ഈ ഒരു ഗ്രോത്തിനെ അക്സെപ്റ്റ് ചെയ്യാൻ അവർ റെഡിയാണോ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? ടീം മാത്രമല്ല, എല്ലാ വിഭവങ്ങളും ആ എക്സ്പാൻഷന് സൂട്ടബിൾ ആണോ നോക്കണം. എല്ലാ വിഭവങ്ങളും. ടീം എന്ന് പറയുന്നത് ഒരു
മനുഷ്യ വിഭവം മാത്രമാണല്ലോ, സാമ്പത്തിക വിഭവം. ഉദാഹരണം, നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ചു, ആ എക്സ്പാൻഷനുള്ള ഫിനാൻഷ്യൽ റിസോഴ്സസ് ഉണ്ടോ, അത് നമ്മൾ കേപ്പബിൾ ആണോ, ഇനി പുതിയ എക്സ്പാൻഷനുകൾ റിട്ടേൺ തരുമോ, ഇനി ഹ്യൂമൻ റിസോഴ്സസ് ആണെങ്കിൽ ഈ എക്സ്പാൻഷനെ, ഈ വളർച്ചയെ താങ്ങാൻ പറ്റുന്ന ഒരു ടീമാണോ, ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടീമിന്റെ ഒരു പ്ലാനിങ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ. അങ്ങനെ എല്ലാ വിഭവങ്ങളെയും, എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ അഡീഷണൽ വിഭവങ്ങൾ കൊണ്ടുവരുന്നതാണ്. അഡീഷണൽ വിഭവങ്ങൾ കൊണ്ടുവരുമ്പോൾ വളരെ പ്ലാൻഡ് ആയിട്ട് അല്ലെങ്കിൽ അത് പ്രശ്നം ഉണ്ടാക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തായിരിക്കും എക്സ്പാൻഷനിലേക്ക് പോകുമ്പോൾ? അല്ല, എല്ലാ എക്സ്പാൻഷനും സ്ട്രാറ്റജിയുടെ ഭാഗമായിരിക്കണം എന്നാണ്. കാരണം ഗ്രോത്ത് ഈസ് എ സ്ട്രാറ്റജി. അപ്പൊ ഗ്രോത്തിന് എന്ത് സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത്? ഉദാഹരണം, നമുക്ക് ചിലപ്പോൾ ഗ്രോത്ത് സ്ട്രാറ്റജിയിൽ ഒന്നാണ് നിലവിലുള്ള മാർക്കറ്റിൽ തന്നെ പെനിട്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. മാർക്കറ്റ് പെനിട്രേഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിയാണ്. ജിയോഗ്രഫിക്കൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് വേറൊരു എക്സ്പാൻഷന്റെ ഭാഗമായുള്ള വേറൊരു സ്ട്രാറ്റജിയാണ്. അപ്പൊ ഇത്തരം സ്ട്രാറ്റജികൾ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ബിസിനസ്സിന് ഇപ്പൊ ആപ്റ്റായത് ഏതാണ്? ഇപ്പൊ ഒരു ജിയോഗ്രഫിക്കൽ എക്സ്പാൻഷന് പോവാറായോ? ഇപ്പൊ ഉദാഹരണം, കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ കേരളത്തിൽ തൃശ്ശൂരും എറണാകുളത്തും നമ്മൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് നമ്മൾ കോയമ്പത്തൂരിലേക്ക് ഒരു ബിസിനസ് അങ്ങനെ എക്സ്പാൻഡ് ചെയ്യാറായോ? അപ്പൊ ഒരു ക്ലിയർ ആയ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായി, സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താ, അത് ഡിഫൈൻഡ് പ്ലാൻ ഉള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളൊരു എക്സ്പാൻഷൻ കൊണ്ടുവരുന്നതെങ്കിൽ തെറ്റില്ല. പക്ഷെ അങ്ങനെയൊന്നും ആയിരിക്കില്ല. എന്തുകൊണ്ടാണ് ആളുകൾ എക്സ്പാൻഷൻ പോകണമെന്നറിയോ? എക്സ്പാൻഷൻ വിസിബിൾ ആണ്. ആളുകൾക്ക് വിസിബിൾ ആയതിലാണ് താല്പര്യം. ഇപ്പൊ ഉദാഹരണം, നിങ്ങൾക്ക് എത്ര ബ്രാഞ്ചുണ്ട്? എനിക്ക് 10 ബ്രാഞ്ചുണ്ട്. എത്ര ജീവനക്കാരുണ്ട്? 50 ജീവനക്കാരുണ്ട്. ഇത് വിസിബിൾ ആണ്. വിസിബിൾ ആയത് പൊങ്ങച്ചം പറയാൻ വളരെ നല്ലതാണ്. ഈ ഒരു ബ്രാഞ്ചിൽ എത്ര പ്രോഫിറ്റബിലിറ്റി കൊണ്ടുവന്നു, പ്രോഫിറ്റ് മാർജിൻ എത്രയാണ് എന്നത് അത്ര ഇൻവിസിബിൾ അല്ല. പക്ഷെ നമുക്ക് വിസിബിൾ ആയതോടെ താല്പര്യം. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കും. ഇതൊരു മൈൻഡ് സെറ്റിന്റെ ഇഷ്യൂ കൂടിയല്ലേ? അതൊരു മൈൻഡ് സെറ്റും ഒരു സ്ട്രാറ്റജിക്കൽ തിങ്കിങ് ഇല്ലാത്ത ആളുകൾ ചെയ്യുന്ന അബദ്ധമാണ്. സർ, എക്സ്പാൻഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം നോക്കേണ്ട ഒരു കാര്യമല്ലേ, നമ്മുടെ കയ്യിലുള്ള എക്സിസ്റ്റിംഗ് സിസ്റ്റം ആൻഡ് കാര്യങ്ങളെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം നമ്മൾ അഷ്വർ ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതല്ലേ? ഈ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ മൊത്തത്തിൽ വലുതാവുക എന്നാണല്ലോ. വലുതാവുക എന്ന് പറയുന്നത് സ്വാഭാവികമായി നമ്മുടെ നേരിട്ടുള്ള കൺട്രോൾ കുറയ്ക്കുക എന്നതാണ്. കൺട്രോൾ കുറയുമ്പോൾ അത് നമുക്ക് ആ കൺട്രോളിൽ കൊണ്ടുവരാനുള്ള കാര്യങ്ങളാണ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഉദാഹരണം, ഈ ബ്രാഞ്ചിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എനിക്ക് നേരിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്ക് 10 ബ്രാഞ്ച് ഉള്ളപ്പോൾ ആ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നേരിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു. ഇപ്പൊ എന്റെ ഓഫീസിൽ ഒറ്റ സ്ഥാപനമേ ഉള്ളൂ. അപ്പൊ എനിക്ക് പർച്ചേസ് നേരിട്ട് ഇടപെടാൻ പറ്റും. എനിക്ക് 10 സ്ഥാപനങ്ങളുണ്ട് എങ്കിൽ എനിക്ക് പർച്ചേസ് നേരിട്ട് ചിലപ്പോൾ ഇൻവോൾവ്. അപ്പൊ അവിടെ ഒരു സിസ്റ്റം കൊണ്ടുവരണം. അപ്പൊ സിസ്റ്റം എക്സ്പാൻഷന്റെ ഭാഗമാണ്, അത് നിർബന്ധമായി കൊണ്ടുവരേണ്ടതാണ്. ഹൗ എഫിഷ്യന്റ് എൻ്റെ ഒരു ബിസിനസ് ആണ് എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം? ഇപ്പൊ പറയില്ലേ, ഗ്രോത്തിലേക്ക് പോവുകയാണ് അയാള്, നമ്മൾ പറയാണ് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ ബിസിനസ്, ആ ഫൗണ്ടേഷൻ സ്ട്രോങ് ആണ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണം. അപ്പൊ എത്രത്തോളം എൻ്റെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിസിനസ് എഫിഷ്യന്റ് ആണ്, ഇപ്പൊ ഞാനില്ലെങ്കിലും ഇത് റൺ ചെയ്തു പോകാനായിട്ട് എത്രത്തോളം എഫിഷ്യന്റ് ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? അല്ല, നമുക്കൊരു ഡയഗ്നോസിസ് ആണ് ചെയ്യാൻ പറ്റുക. എന്ന് പറഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും എന്തൊക്കെയാണ് എനിക്ക് കുറവുള്ളത്. ഉദാഹരണം, നമ്മളൊരു സ്വാറ്റ് അനാലിസിസ് ഒക്കെ നടത്തുന്ന പോലെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഒരു സ്വാറ്റ് നടത്തുകയാണെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ വീക്ക്നെസ് എന്താണ്, സ്ട്രെങ്ത് എന്താണ്. ഉദാഹരണം, സെയിൽസിൽ 3 പേരുണ്ട്. സെയിൽസിൽ എൻ്റെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ സെയിൽസ് വരുന്നുണ്ടോ, ഇല്ലെങ്കിൽ സെയിൽസ് പ്രോഫിറ്റബിൾ ആയിട്ട് വരുന്നുണ്ടോ. അപ്പൊ അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും എടുത്ത് അനലൈസ് ചെയ്താൽ നമ്മുടെ വീക്കായ ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്നും ആ വീക്കായ ഡിപ്പാർട്ട്മെന്റിനെ എങ്ങനെ ഓപ്റ്റിമൈസ് ചെയ്യണമെന്നും പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പാൻഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഒരു ഫൈനൽ സ്റ്റേറ്റ്മെന്റ് പോലെ, ഇതിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി ഓൺടർപ്രണേഴ്സ് ഉണ്ടാവുമല്ലോ, ഒത്തിരി ടേൺ ഓവർ ചെയ്യുന്ന ആളുകളുണ്ട്. ഇവരെല്ലാം എക്സ്പാൻഷന് വേണ്ടി നോക്കുന്ന ആളുകളുമാണ്. കാരണം ഓപ്പർച്യൂണിറ്റി സീക്കേഴ്സ് ആണല്ലോ എല്ലാവരും. അവരോട് സാറിന് പറയാനായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? നിങ്ങൾ ഇങ്ങനെ ഒരു മൂവ് നടത്തുന്നതിന് മുമ്പ് എന്തായിരിക്കും സാറിന് പറയാനുള്ളത്? ഈ എക്സ്പാൻഷനേക്കാൾ ക്രിയേറ്റിവിറ്റി വേണ്ടത് ഓപ്റ്റിമൈസേഷൻ ആണ്. അതുകൊണ്ട് ഓപ്റ്റിമൈസ് ചെയ്യാതെ വെറും എക്സ്പാൻഷനെ കുറിച്ച് മാത്രം ചിന്തിക്കരുത്. അത് തിരിച്ച് അപകടമുണ്ടാകും. ഗ്രോത്തിനെ കുറിച്ച് എപ്പോഴും ഞാൻ പറയുന്ന ഒരാളാണ്. പക്ഷെ ഗ്രോത്ത് വളരെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഗ്രോത്ത് ഒരു റിസ്ക് ആണ്. ആ റിസ്ക് മാനേജബിൾ ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒപ്റ്റിമൈസ്
optimize, then expand. സർ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആളുകൾക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് മാറട്ടെ. ഇത്രയും നല്ലൊരു ടോപ്പിക് നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. നമ്മൾ ഇനി നല്ലൊരു ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും. Okay, thank you.